وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അല്ലാഹുവിൻ്റെ സ്നേഹവും അവൻ്റെ പൊരുത്തവും തൃപ്തിയുമൊക്കെ ലഭിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, ദുആ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മുസ്ലിം സമൂഹം ഈ കാലഘട്ടത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ദുര്യോഗത്തെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സംസാരിച്ചത്. അത് നമ്മുടെ ദീനിലും ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളിലുമുള്ള യഖീൻ അഥവാ സംശയമില്ലാത്ത ഒരവസ്ഥ, അത് വളർന്നു വരുന്ന പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടു പോകുന്നു എന്നതാണ്. എന്താണ് യഖീൻ എന്ന് നമ്മൾ മനസ്സിലാക്കി. യഖീന്റെ വ്യത്യസ്തമായ വശങ്ങളെക്കുറിച്ച് നാം പറഞ്ഞു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞതുപോലെ ഈമാനും യഖീനുമായുള്ള ബന്ധം ശരീരവും ആത്മാവും തമ്മിലുള്ള ബന്ധമാണ്. ആത്മാവില്ലാത്ത ശരീരം നമുക്കറിയാം ചീഞ്ഞു നാറും. അതുപോലെയാണ് യഖീനില്ലാത്ത ഈമാനും. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മൾ വിശ്വാസികളാണ് എന്നാണ്. പക്ഷേ വിശ്വാസവും ജീവിതവുമായി പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകുന്നു. അവിടെ വിശ്വാസത്തെയോ വിശ്വാസം നമുക്ക് തന്ന അള്ളാഹുവിനെയോ റസൂലിനെയോ പരിഗണിക്കാൻ സാധിക്കാത്തവണ്ണം നമ്മൾ അധോഗതിയിലേക്ക് പെട്ടുപോകുന്നു. ഇതിന്റെ കാരണം യഥാർത്ഥത്തിൽ യഖീനിന്റെ കുറവാണ്. 3 തരം യഖീനുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. യഖീനുൽ ഖബർ, യഖീനുൽ ദലാല, യഖീനുൽ മുഷാഹദ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ യഖീൻ എന്ന് പറയുന്നതിന് 3 ഗ്രേഡുകളുണ്ട്. ആ ഗ്രേഡുകൾ അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാനും നഷ്ടപ്പെട്ടു പോകാതെ, ചാഞ്ചല്യപ്പെട്ടു പോകാതെ, ആടി ഉലയാതെ
നമുക്ക് നമ്മളെ പിടിച്ചു നിർത്താനും സാധിക്കും. 3 ഗ്രേഡുകളാണ് യഖീനിനുള്ളത്. പണ്ഡിതന്മാർ അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തേത് ഇൽമുൽ യഖീൻ എന്നതാണ്. ഈ 3 ഗ്രേഡും ഖുർആൻ വായിക്കുമ്പോൾ ധാരാളമായി നിങ്ങൾ കാണും. ഇൽമുൽ യഖീൻ. ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ യഖീനുള്ള ഇൽമ്, ഉറപ്പുള്ള ജ്ഞാനം. ആ ജ്ഞാനത്തിൽ നമുക്കൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. അതേതായിരിക്കും ആ ജ്ഞാനം? അത് അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും നമുക്ക് കിട്ടിയിട്ടുള്ള ജ്ഞാനമാണ് ഇൽമുൽ യഖീൻ. അങ്ങനൊരു ജ്ഞാനം വേറെ ഇല്ല. നമുക്കറിയാം, പല നിലക്കും നമുക്ക് വിജ്ഞാനം കിട്ടാൻ വഴിയുണ്ട്. സയൻസ് അതിൻ്റെ ഒരു മാർഗമാണ്, പഠനങ്ങൾ അതിൻ്റെ മാർഗമാണ്, റിസർച്ചുകൾ അതിൻ്റെ മാർഗമാണ്. പക്ഷേ സയൻസും പഠനങ്ങളും റിസർച്ചുകളുമൊക്കെ വർഷം തോറും മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അള്ളാഹുവും റസൂലും പറഞ്ഞത് എത്ര വർഷം കഴിഞ്ഞാലും മാറുകയില്ല. അതാണ് ഇൽമുൽ യഖീൻ. വളരെ കൃത്യമായി നമുക്ക് ബോധ്യം വരണം ഇത്. നമ്മളീ കാണുന്ന എല്ലാ പഠനങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണം ഞാൻ പറയണ്ടല്ലോ. എന്നാൽ അള്ളാഹുവും റസൂലും പറഞ്ഞത് മാറുകയില്ല. അള്ളാഹുവും റസൂലും പറഞ്ഞത് പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു തന്നുണ്ട്. അത് നമുക്കിവിടെയുള്ള ഏതെങ്കിലും ശാസ്ത്രശാഖകളെ കൊണ്ട് തെളിയിക്കാൻ പറ്റാത്തതാണ്. യഖീനു ദലാലയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെക്കുറിച്ച് അറിയാൻ വേണ്ടി നമുക്കൊരുപാട് ദലീലുകൾ, തെളിവുകൾ, എവിഡൻസുകൾ, യഖീനുണ്ടാകാവുന്ന എവിഡൻസുകൾ നമ്മുടെ ചുറ്റുഭാഗവും വാരി വിതറിയിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ അള്ളാഹു എണ്ണി പറഞ്ഞിട്ട് നമ്മളോട് ചിന്തിക്കാനും ദൃഢവിശ്വാസികളാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ജ്ഞാനം, അള്ളാഹുവിൻ്റെ അസ്മാഉകൾ, നാമങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനം, മരണത്തിന് ശേഷമുള്ള ബർസഖിനെക്കുറിച്ചുള്ള ജ്ഞാനം, ബർസഖ് അവസാനിച്ചുള്ള ബഅസ് അഥവാ പുനരുജ്ജീവിതത്തെക്കുറിച്ചുള്ള ജ്ഞാനം, മരണത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ഹിസാബിനെക്കുറിച്ചുള്ള ജ്ഞാനം, സിറാത്തിനെക്കുറിച്ചുള്ള ജ്ഞാനം, ജന്നത്തിനെക്കുറിച്ചുള്ള ജ്ഞാനം, നാറിനെക്കുറിച്ചുള്ള ജ്ഞാനം, ഇതൊക്കെ അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നത് അപ്പടി വിശ്വസിക്കാനേ നിർവാഹമുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നതാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് സംശയം വന്നാൽ പിന്നെ അവന്റെ പേര് മുസ്ലിം എന്നല്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള കാര്യം. പിന്നെ അവന്റെ പേര് മുസ്ലിം അല്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനും റസൂലിനും സമർപ്പിച്ചവനാകണം. അതാണല്ലോ നമ്മൾ അവസാനം പറഞ്ഞ ദലീൽ മുഷാഹദയിൽ പറഞ്ഞത്. സ്വർഗം നമ്മൾ ഇപ്പൊ കണ്ടിട്ടില്ലല്ലോ, പക്ഷേ സ്വർഗം നമ്മളൊക്കെ കണ്ടു. എങ്ങനെ കണ്ടു? അള്ളാഹുവും റസൂലും പറഞ്ഞു തന്നത് കണ്ടതിനേക്കാൾ നമുക്ക് വിശ്വാസയോഗ്യമാണ്. അവിടേക്ക് എത്തണം. അതാണ് ഇൽമുൽ യഖീൻ എന്ന് പറയുന്നത്. നമുക്കത് ബോധ്യമാകാൻ വളരെ എളുപ്പമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് പറഞ്ഞത്. ഇന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതും 10 വർഷം മുമ്പ് പഠിച്ചതുമായ സയൻസ് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ദിനേന മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഖുർആന്റെ ഒരു വരി, ഹദീസിന്റെ ഒരു വരി മാറ്റേണ്ട അവസ്ഥ വന്നിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് ഇൽമുൽ യഖീനായതുകൊണ്ടാണ്. രണ്ടാമത്തേത് ഐനുൽ യഖീനാണ്. ഇതും ഖുർആൻ വായിക്കുമ്പോൾ ധാരാളമായി നമ്മൾ കാണും ഈ പദം. ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ യഖീനുള്ള കാഴ്ചയാണ്. ആ കാഴ്ചയിൽ ഒരു സംശയവുമില്ല, ഒരു രേഖയൊന്നും വേണ്ട, അങ്ങനെയുള്ള കാഴ്ച. അതാണ് ഇൽമുൽ യഖീൻ എന്ന് പറഞ്ഞാൽ. അഥവാ ഇൽമുൽ യഖീനിലൂടെ നമ്മൾ സ്വർഗത്തെക്കുറിച്ചറിഞ്ഞു, നരകത്തെക്കുറിച്ചറിഞ്ഞു, അള്ളാഹുവിനെക്കുറിച്ചറിഞ്ഞു.
ബർസഖിനെ കുറിച്ചറിഞ്ഞു. ഇനി നമ്മൾ ഐനുൽ യഖീനിലെത്തും. എപ്പോൾ? അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ. ബർസഖ് നമ്മൾ കാണും, ജന്നത്ത് നമ്മൾ കാണും, നാറ് നമ്മൾ കാണും. നമ്മുടെ വിശ്വാസം അതാണ്, കാണുക തന്നെ ചെയ്യും. ആ കാണുന്ന അവസ്ഥയാണ് ഐനുൽ യഖീൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത് ഹഖ്ഖുൽ യഖീനാണ്. അതും ധാരാളമായി ഖുർആൻ പ്രയോഗിച്ച ഒരു പദമാണ്. ഈ ഇൽമുൽ യഖീന് കൊണ്ടും അഥവാ ദൃഢമായ ജ്ഞാനം കൊണ്ടും ഐനുൽ യഖീന് കൊണ്ടും ഉണ്ടായ കാര്യം, ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢമായ കാണലാണ്, സംശയമില്ലാത്ത രീതിയിൽ നമ്മളത് കണ്ടു. ആ കാണൽ സാക്ഷാത്കരിക്കപ്പെടലാണ്, യാഥാർത്ഥ്യമാക്കലാണ് ഹഖ്ഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ. അഥവാ നമ്മൾ സ്വർഗത്തെക്കുറിച്ച് അറിഞ്ഞു, അത് ഇൽമുൽ യഖീനായിരുന്നു. അത് നമ്മൾ അറിഞ്ഞു അള്ളാഹുവിൻ്റെ വാക്കുകളിൽ നിന്ന്. പിന്നീട് നമ്മൾ മരിച്ച ശേഷം വിചാരണ കഴിഞ്ഞ് നടന്നു നീങ്ങിയപ്പോൾ സ്വർഗം കണ്ടു. അത് ഐനുൽ യഖീനായിരുന്നു. മൂന്നാമത്തേത്, നമ്മൾ ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സംഭവിച്ചത് ഹഖ്ഖുൽ യഖീൻ. ഇത് മൂന്നും നമുക്ക് കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅ നമ്മൾ വായിക്കാറുണ്ട്. 3 വിഭാഗം ആളുകളെക്കുറിച്ചാണ് സൂറത്തുൽ വാഖിഅയുടെ പരാമർശം. അതിന്റെ അവസാന ഭാഗം 3 വിഭാഗം ആളുകളെ വിശദീകരിച്ച ശേഷം അവസാന ഭാഗം ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, എന്നാൽ മുഖറബുകളിൽപ്പെട്ടവർ, ഉന്നത ഗ്രേഡുള്ളവരാണ് മുഖറബുകൾ, അല്ലാഹുമായി വല്ലാത്ത സാമീപ്യമുള്ളവർ. ഫറൗഹും വറൈഹാനും വജന്നത്തു നഈം, അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് വല്ലാത്ത ആശ്വാസമാണ്, ആനന്ദമാണ്, നഈം സുഖകരമായ സ്വർഗമാണ്. രണ്ടാമത്തെ വിഭാഗം വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, അത് രണ്ടാമത്തെ ഗ്രേഡാണ്, വലതുപക്ഷത്തിന്റെ ആളുകൾ. ഈ വലതുപക്ഷത്തേക്കാൾ മുന്തിയ ആളുകളാണ് മുഖറബുകൾ എന്ന് പറഞ്ഞത്. അവർ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീനിൽ പെട്ടതുകൊണ്ട് തന്നെ നിനക്ക് സമാധാനം, നിനക്ക് സലാം, വല്ലാത്ത സമാധാനം കിട്ടും. അസ്ഹാബുൽ യമീനിൽ പെട്ടാൽ, യമീൻ വലത് കൈകൊണ്ട് ഈ അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്ന രേഖകൾ വാങ്ങാൻ സാധിച്ചവൻ, അതാണ് അസ്ഹാബുൽ യമീൻ. അവരെക്കുറിച്ച് പറഞ്ഞത് വല്ലാത്ത ഒരു പദമാണ്, സലാമുൻ, അവർക്കും സമാധാനം. മൂന്നാമത്തെ വിഭാഗം വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന അദ്ദാല്ലീൻ, മൂന്നാമത്തെ വിഭാഗം അവർക്ക് ഈ യഖീനിനെ കുറിച്ച് ഒരു ബോധ്യവുമില്ല. ഇൽമുൽ യഖീൻ അവർക്ക് ബാധകമല്ല, സംശയമാണ് എല്ലാ ദിവസവും. ഐനുൽ യഖീനിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഹഖ്ഖുൽ യഖീൻ അവർക്കുണ്ടാവുകയില്ല. അവരാരാ? മുകദ്ദിബീൻ. അവർക്കുള്ളത് ഫനുസുലും മിൻ ഹമീം വതസ്ലിയതു ജഹീം, അവർക്കുള്ളത് നരകം കൊണ്ടുള്ള സൽക്കാരമാണ്, ഹമീം. അവർ ചെന്നു ചേരാനിരിക്കുന്നത് ജഹീം എന്ന കത്തിജ്വലിക്കുന്ന നരകമുള്ള പ്രദേശത്തേക്കാണ്. ഈ മൂന്നും പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു, ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ, ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ, തീർച്ചയായും ഇത് ഹഖ്ഖുൽ യഖീനാണ്. ഇതിലേക്ക് എല്ലാവരും എത്തും, അന്നെല്ലാവരും സാക്ഷ്യപ്പെടുത്തും, അന്നെല്ലാവരും പറയും ശരിയാണ് എന്ന്. അള്ളാഹുവിന്റെ വാക്ക് ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ. അതുകൊണ്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, രക്ഷപ്പെടണമെങ്കിൽ ഉന്നതനായ റബ്ബിനെ, നിന്റെ റബ്ബിന്റെ നാമം സ്മരിച്ചുകൊണ്ടിരിക്കുക. റബ്ബിനെ അറിഞ്ഞ് അവനെ മനസ്സിലാക്കി ആ വിശ്വാസം ദൃഢമാക്കുക. അതാണ് തസ്ബീഹ്. അത് ദൃഢമാകണമെങ്കിൽ ഈ 3 ഗ്രേഡുകളിലൂടെയും നമ്മൾ കടന്നു പോകണം. ഇതൊന്നും നമുക്കാർക്കും ദഹിക്കാൻ പറ്റാത്ത വാക്കുകളല്ല. നിങ്ങളാരും വിചാരിക്കരുത് ഞാനിത് മനസ്സിലാക്കി വെക്കേണ്ടതല്ല എന്ന്. അല്ല,
നമുക്ക് ഇൽമുൽ യഖീൻ അറിയണം, നമുക്ക് ഐനുൽ യഖീൻ ഉണ്ടാകണം, നമുക്ക് ഹഖുൽ യഖീൻ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ പരിചയമുള്ള സൂറത്തു തകാസുറിന്റെ അവസാന ഭാഗം അതാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഖല്ലാ, മനുഷ്യരോട് പറയുകയാണ്, തകാസുർ ചെയ്യുന്ന, കിട്ടിയത് മതിയായില്ല എന്ന് തോന്നി വീണ്ടും വീണ്ടും ആർത്തിയോടുകൂടി അനുവദിച്ചതെന്നോ അനുവദിക്കാത്തതെന്നോ പരിഗണനയില്ലാതെ എല്ലാവരും ചെയ്യുന്നത് ഞാനും ചെയ്യും എന്ന് പറയുന്ന അത്തരം ആളുകളോട് തകാസുർ, ഉപഭോഗ സംസ്കാരത്തിന്റെ വലയിൽപ്പെട്ട് കുടുങ്ങിയ മനുഷ്യരോട് പറയുകയാണ്, ഖല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. അല്ലാഹു ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് ഇൽമുൽ യഖീൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന്. നിങ്ങൾ ആലോചിക്കൂ, അല്ലാഹു ആഗ്രഹിക്കുകയാണ്, ലൗ തഅലമൂന ഇൽമൽ യഖീൻ. അല്ലാഹുവിന്റെ വാക്കാണ്. എന്നിട്ട് പറഞ്ഞു, ലതറവുന്നൽ ജഹീം. ഈ ഉപഭോഗ സംസ്കാരത്തിന്റെ പിന്നാലെ പോയി കിട്ടിയതെല്ലാം ആർത്തിയോടെ വാരിക്കൂട്ടുന്ന മനുഷ്യരെ, നിങ്ങൾക്ക് ഇൽമുൽ യഖീൻ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ ജഹീമിനെ കാണുക തന്നെ ചെയ്യുമായിരുന്നു. ജഹീമിനെ കാണും. സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ. ആ ജഹീമിനെ കാണുന്നത് ഐനുൽ യഖീൻ കൊണ്ടായിരിക്കും. നമുക്ക് മനസ്സിലായല്ലോ ഐനുൽ യഖീൻ എന്താണ്. വല്ലാത്ത വാക്കാണ് അള്ളാഹു പറയുന്നത്. ഒരുപാട് സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഇത് പറയുന്നുണ്ട്. സൂറത്തു ഹാഖയുടെ അവസാന ഭാഗം. സൂറത്തു ഹാഖ മഹാ അത്ഭുതമായ ഒരധ്യായമാണ്. ലോകത്ത് ഒരതിക്രമകാരികളും അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല എന്ന ചരിത്രം, ഒരുപാട് തലമുറകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു വിശദീകരിച്ചിട്ട് അവസാനം പറഞ്ഞു, വഇന്നഹു ലഹഖുൽ യഖീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. വഇന്നഹു ലഹഖുൽ യഖീൻ. തീർച്ചയായും നമ്മളാരും വിചാരിക്കരുത് എന്നും ആക്രമിക്കപ്പെട്ടവരായി, അധസ്ഥിതരായി, മർദ്ദിക്കപ്പെട്ടവരായി മുസ്ലിം ഉമ്മത്ത് ഇപ്രകാരം കഴിഞ്ഞുകൂടേണ്ടി വരുമെന്നാരും വിചാരിക്കരുത്. നമുക്ക് യഖീനുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. അതാണ് ഈ തലമുറകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളിത് മനസ്സിലാക്കണം. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖുൽ യഖീൻ, അത് മാത്രമാണ് നമ്മളെ രക്ഷപ്പെടുത്തുക. ഞാൻ വളരെ സിമ്പിളായ ഒരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ഖുതുബയിലും ഞാനത് പറഞ്ഞിരുന്നു. ഒരു തേൻ കച്ചവടക്കാരൻ, അയാൾ നമ്മളോട് പറയുന്നു, എൻ്റെ അടുത്ത് നല്ല ശുദ്ധമായ തേനുണ്ട് എന്ന്. അയാൾ വളരെ വിശ്വസ്തനാണ്. അദ്ദേഹം ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ല. എങ്കിൽ നമുക്ക് കിട്ടിയ ജ്ഞാനം ഇൽമുൽ യഖീനാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് നമ്മുടെ മുമ്പിൽ തേൻ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് നമ്മളത് കാണുന്നു. അതാണ് ഐനുൽ യഖീൻ. സംശയമല്ലോ. അടുത്ത സ്റ്റെപ്പാണ് ഹഖുൽ യഖീൻ. ആ കച്ചവടക്കാരൻ തേൻ നമുക്ക് രുചിക്കാൻ തരുന്നു, ഉപയോഗിക്കാൻ തരുന്നു. തേനിന്റെ അതിന്റെ സംശുദ്ധത കാണിക്കാനുള്ള തെളിവുകൾ അദ്ദേഹം ഹാജരാക്കുന്നു. നമ്മളത് അനുഭവിച്ചു, തേൻ കുടിച്ചു, നമുക്ക് മനസ്സിലായി ഇത് ഒറിജിനൽ തേനാണെന്ന്. അതാണ് ഹഖുൽ യഖീൻ. ഇങ്ങനെയല്ല സത്യത്തിൽ ഉദാഹരണം പറയേണ്ടത്. ഞാനതുകൊണ്ടാണ് ആദ്യം അള്ളാഹുവും സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞത്. അതാണ് മനസ്സിലാക്കി വെക്കേണ്ടത്. ഇത് കൂടുതൽ എളുപ്പമാകാൻ വേണ്ടി പറഞ്ഞു എന്നർത്ഥം. സഹോദരങ്ങളെ, ഈ യഖീനിന്റെ ഒരു തോട്ടത്തിലേക്കാണ് നമുക്ക് കടന്നു വരാൻ സാധിക്കേണ്ടത്. പുതിയ തലമുറ, നമുക്കറിയാം, കാലത്തിനനുസരിച്ചാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കണിശമായി ഗുണദോഷിച്ച ഒരു കാര്യമുണ്ട്. ലാ തകൂനു ഇമ്മാ, നിങ്ങൾ ഇമ്മാകളാകരുത്. ഇമ്മാ എന്ന് പറഞ്ഞാൽ കൂടക്കൂടികളാകരുത്. എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെയെന്ന് ചോദിച്ചാൽ എല്ലാവരും അങ്ങനെ, അപ്പം നമ്മളും അങ്ങനെ ചെയ്തു. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഡ്രസ്സ് ഇങ്ങനെ? എല്ലാവരുടെ ഡ്രസ്സും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ കല്യാണ സദ്യകൾ ഇങ്ങനെ? എല്ലാവരും അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങളുടെ സംസ്കാരം എങ്ങനെ? എല്ലാവരും അങ്ങനെയാണ്.
അങ്ങനെ ആകരുത്. കൂനു മഅല്ലാഹി വറസൂലി, അള്ളാഹുവിന്റെ കൂടെയാകണം, റസൂലിന്റെ കൂടെയാകണം. അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൂടെയായാൽ അള്ളാഹുവിന്റെ വാഗ്ദത്തമുണ്ട്, ഫസയുഅ്തീനല്ലാഹു മിൻ ഫദ്ലി, ഫസയുഅ്തീനല്ലാഹു മിൻ ഫദ്ലി, അള്ളാഹു അവന്റെ ഫദ്ലിൽ നിന്ന്, അവന്റെ ഔദാര്യത്തിൽ നിന്ന് നമുക്കാവശ്യമുള്ളതെല്ലാം നൽകും. അള്ളാഹുവിന്റെ നിയമം, റസൂലുള്ളാഹി കൊണ്ടുവന്ന നിയമം ഒരാൾ അംഗീകരിച്ചു എന്നതുകൊണ്ട് അയാൾക്കൊന്നും നഷ്ടപ്പെടുകയില്ലെന്ന് മാത്രമല്ല, ആ കാരണം കൊണ്ട് മാത്രം അള്ളാഹു അവന് എല്ലാ അംഗീകാരങ്ങളും നൽകും, എല്ലാ ഔദാര്യവും നൽകും. ഇതാണ് അള്ളാഹുവിന്റെ വാഗ്ദത്തം. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഈ കഥകളൊക്കെ ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും കൂടെ വിശ്വസിച്ച ദുർബലന്മാരായ മനുഷ്യന്മാർ ഫറോവമാരുടെ കടുപ്പമുള്ള മർദ്ദനങ്ങളെ പേടിച്ചരണ്ട് കഴിഞ്ഞ കാലം അവരെ ഫിർഔൻ മിസ്റിൽ നിന്ന് ആട്ടിപ്പായിക്കുകയാണ്. അവരോടുകയാണ്. പിന്നാലെ ഫറോവയും കൂട്ടരുമുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരമാണ് അവർ മിസ്റിൽ നിന്ന് പോകാൻ തീരുമാനിച്ചത്. പക്ഷേ പെടുന്നനെയാണ് ഫറോവയും കൂട്ടരും വിവരമറിയുന്നത്. ഫറോവയും കിങ്കരന്മാരും അവരെ ആട്ടിയോടിച്ചു. അള്ളാഹുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒരുമിച്ചുകൂടി. ഫലമ്മാ തറ അൽ ജംആൻ, ഒരുമിച്ചുകൂടി രണ്ട് സംഘവും. ഒന്ന് മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച, മൂസ അലൈഹിസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച ദുർബലരും. മറ്റേത് കടുപ്പമുള്ള പ്രബലമായ അന്നത്തെ ലോകത്തെ ശക്തി. സ്വാഭാവികമായി മൂസ അലൈഹിസ്സലാമിൽ വിശ്വസിച്ച ആളുകൾ പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ, നമ്മളിപ്പോൾ പിടികൂടുമല്ലോ, നമ്മളിപ്പോൾ പിടികൂടപ്പെടുമല്ലോ എന്ന് പറഞ്ഞു. അതാണല്ലോ ന്യായവും നമ്മളൊക്കെ വിശ്വാസവും അതാണ്. പക്ഷേ യഖീൻ അത് പ്രവർത്തിച്ചു മൂസ അലൈഹിസ്സലാമിൽ. മൂസ അലൈഹിസ്സലാമിന്റെ ജനനം പോലും, മൂസ അലൈഹിസ്സലാമിന്റെ വളരൽ പോലും യഖീനുമായി ബന്ധപ്പെട്ടതാണ്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഖല്ലാ, ഇല്ല, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ കാരണങ്ങൾ മുഴുവൻ നമുക്കെതിരാകുമ്പോൾ ഖല്ല എന്ന് പറയാനുള്ള ഒരു യഖീൻ നമുക്കുണ്ടായിട്ടുണ്ടോ? അള്ളാഹുവിന്റെ പരിശോധന അത് മാത്രമായിരിക്കും. നിങ്ങൾ എത്ര റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചു എന്നോ, എത്ര സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചു എന്നോ അല്ല അള്ളാഹുവിന്റെ പരിശോധന. ഒന്നാമത്തെ പരിശോധന ഇതാണ്. അള്ളാഹു നിശ്ചയിച്ച സബബുകൾ മുഴുവൻ നിങ്ങൾക്കെതിരായി, അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ മുഴുവൻ നിങ്ങൾക്കെതിരായി. ഇനി ഞാൻ ഒരു രക്ഷയുമില്ല എന്ന് വിചാരിക്കുന്നവനാണോ? അതല്ല, ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ തീർച്ചയായും എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും എന്ന് പറയാനാവുമോ? ഞാൻ കഴിഞ്ഞ ദിവസം മാരകമായ ക്യാൻസർ ബാധിച്ച ഒരു സഹോദരനെ കാണാൻ പോയി. എല്ലാവരും, മെഡിക്കൽ സയൻസ് മുഴുവൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരു രക്ഷയുമില്ല എന്നാണ്. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ സന്തോഷവാനായാണ് എനിക്ക് തോന്നിയത്. പ്രക്ഷോഭിതമായ മുഖത്തിന്റെ ഉടമ. ഞാൻ വിചാരിച്ചത് അവിടെ കയറി ചെല്ലുമ്പോൾ അദ്ദേഹം കുടുംബവുമൊക്കെ ദുഃഖിച്ച് വ്യസനിച്ച് പ്രയാസപ്പെട്ടിരിക്കുകയായിരിക്കും എന്നാണ്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ എന്നോട് അദ്ദേഹത്തെ കാണാൻ പറഞ്ഞതും അദ്ദേഹം എന്നെ വിളിച്ചതും ഒരൽപ്പം സമാധാനം കിട്ടുന്ന വാക്കുകൾ പറയാനായിരുന്നു. പക്ഷേ ഞാൻ അവിടെ തിരിച്ചു പോകുമ്പോൾ എന്റെ ഉള്ളിൽ നിറയെ സമാധാനമായിരുന്നു. ആ മനുഷ്യന്റെ യഖീൻ, അദ്ദേഹം തിരിച്ചെന്നോട് പറഞ്ഞത്, അത് തീരുമാനിക്കുന്നത് അവരല്ലല്ലോ. ഖല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. സഹോദരങ്ങളെ, കാരണങ്ങൾ അള്ളാഹു നിശ്ചയിച്ചതാണ്. ആ കാരണങ്ങൾക്ക്
വ്യത്യാസം വരുത്താനും അള്ളാഹുവിന് കഴിയും. പക്ഷേ ആ കാരണങ്ങൾക്ക് അള്ളാഹു വ്യത്യാസം വരുത്താനുള്ള മാജിക്കിന്റെ പേരാണ് യഖീൻ. അവിടെയാണ് നാം നമ്മളെ പരിശോധിക്കേണ്ടത് സഹോദരന്മാരെ, അവിടെയാണ് നമ്മളെ പരിശോധിക്കേണ്ടത്. യഖീൻ ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലാണ്. രംഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ജനിച്ച നാട്ടിൽ നിന്നൊരു രക്ഷയുമില്ലാതെ ഓടിപ്പോവുകയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാർ സൗർ എന്ന ഗുഹയിൽ അദ്ദേഹവും സിദ്ദീഖും ഒരുമിച്ചുകൂടി ഒളിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തലയ്ക്ക് വലിയ ഇനാം പ്രഖ്യാപിച്ചു ഖുറൈശി സമൂഹം. കാരണം മുഹമ്മദ് എങ്ങാണ്ട് കൈവിട്ടുപോയാൽ മുഹമ്മദിന്റെ മതം പ്രസരിക്കപ്പെടും, അത് മുഖേന തങ്ങളുടെ ശക്തി തകർന്നു പോകും. ഇതായിരുന്നു അവരുടെ വിഷയം. അങ്ങനെ നേരം വെളുത്തു, എല്ലാവരും തിരയുകയാണ് എവിടെയാണ് മുഹമ്മദ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ്. നിങ്ങളാരും അദ്ദേഹത്തെ സഹായിക്കുന്നില്ല എങ്കിൽ അല്ലാഹു അദ്ദേഹത്തെ സഹായിക്കും. ഇത് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈനി ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആരുമില്ലാതെ ഒറ്റക്ക് അവിശ്വാസികൾ അദ്ദേഹത്തെ ജന്മനാട്ടിൽ നിന്ന് ബഹിഷ്കരിച്ച് പുറത്താക്കിയപ്പോൾ അദ്ദേഹം ഒരു ഗുഹയിൽ ചെന്ന് ഒളിച്ചു കഴിഞ്ഞു കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള കൂട്ടുകാരൻ പറയുകയാണ്, ഇതാ അതാൾ, ഇന്നയാൾ, മറ്റേയാൾ. കാരണം ആ ഗുഹയുടെ സ്വഭാവം അങ്ങനെയാണ്. ആ ഗുഹയിലിരുന്നാൽ പുറത്ത് നടന്നു പോകുന്ന ആളുകളുടെ കാൽപാദങ്ങൾ കാണാം. കാൽപാദങ്ങൾ കണ്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അത് ഇന്നാളാണ്, ഇന്നാളാണ്, ഇന്നാളാണ്. എല്ലാ പ്രമുഖരുമുണ്ട്, എല്ലാ ശക്തിയുള്ളവരുമുണ്ട്. പേടിച്ചു വിറക്കുകയാണ് സിദ്ദീഖുൽ അക്ബർ. ആ സമയത്ത് ഇത് യഖൂലു ലിസാഹിബിഹി, നമ്മൾ പരതേണ്ടത് ഒരു കൂട്ടുകാരനെയാണ്. ഇത് യഖൂലു ലിസാഹിബിഹി, പേടിച്ച് വിറച്ചുകൊണ്ടിരിക്കുന്ന തന്റെ സഹോദരനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഇത് പറയാനുള്ള ഒരു കൂട്ടുകാരനെയാണ് ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത്. ലാ തഹ്സൻ, ദുഃഖിക്കരുത്, വ്യസനിക്കരുത്, പ്രയാസപ്പെടരുത്. കാരണം എന്താ? നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് വലുതല്ലേ? നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര പണമില്ലേ? നിങ്ങൾ ഇന്ന തറവാട്ടിൽ ജനിച്ചവനല്ലേ? നിങ്ങൾക്ക് ഇന്ന ബിസിനസ്സുകളൊക്കെ ഇല്ലേ? നോ, അതല്ല. ലാ തഹ്സൻ. മെഡിക്കൽ സയൻസ് വളരെ പുരോഗതി പ്രാപിച്ചിട്ടില്ലേ? എന്തൊക്കെ മെഡിസിനുകളുണ്ട്, എന്തൊക്കെ ആൾട്ടർനേറ്റീവ് മെഡിസിൻസ് ഉണ്ട്. അതല്ല. ഇന്നല്ലാഹ മഅനാ, അല്ലാഹു ഉണ്ട് തീർച്ചയായും നമ്മുടെ കൂടെ. സഹോദരങ്ങളെ, ഇത് സംസാരിക്കേണ്ട വിഷയമല്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. എന്താ സംഭവിച്ചത്? അല്ലാഹു തന്നെ പറയുന്നു, ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ. ഭയങ്കരല്ലേ? അല്ലാഹുവിന്റെ സമാധാനം അവിടെ ഇറക്കി കൊടുക്കുകയാണ്. സക്കീനത്ത് അത് അല്ലാഹുവിൻ്റെതാണ്, നമ്മുടേതല്ല. അങ്ങാടിയിൽ വാങ്ങാൻ കിട്ടാത്ത സാധനമല്ലേ സമാധാനം. എവിടുന്നേ കിട്ടൂ? അല്ലാഹുവിൽ നിന്നേ കിട്ടൂ. അത് അല്ലാഹു അവിടെ ഇറക്കി കൊടുത്തു. ആ ഗുഹയിൽ ആരുമില്ല. മാത്രമോ ഫഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹാ, നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു വലിയ സൈന്യം കൊണ്ട് അല്ലാഹു അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. ഞാൻ ചോദിക്കട്ടെ, ഇത് കെട്ടുകഥയാണോ? മുസ്ലിങ്ങളായ നാം നമ്മെ നിയന്ത്രിക്കേണ്ടത് ഇത്തരം ചരിത്രങ്ങളിലൂടെയല്ലേ? അല്ലാഹു നമ്മുടെ കൂടെയും വരൂലേ? ഇത്തരത്തിലുള്ള 100 കഥകൾ ഖുർആനിലൂടെ പറഞ്ഞു തന്ന ശേഷം അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാ കദാലിക നുൻജിൽ മുഅ്മിനീൻ. ഇവരെയൊക്കെ എപ്രകാരമാണോ ശത്രുക്കളുടെ പിടുത്തത്തിൽ നിന്ന്, പ്രതിസന്ധികളുടെ വലിയ പ്രയാസങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയത്, അതുപോലെ മുഅ്മിനുകളെയും രക്ഷപ്പെടുത്തുമെന്ന്. നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ, ഇത് ചെറിയ ചെറിയ സംഭവമല്ല. ഇന്ന് ഇതിനേക്കാൾ ശക്തമായി
പ്രതിസന്ധികളും പ്രയാസങ്ങളുമുള്ള കാലഘട്ടത്തിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. ഒരു വൈകാരികമായ സംഭവം സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു മക്കയിലെ വിശ്വാസികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് അവതരിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ ചുമരി ചാരിയിരിക്കുന്ന രംഗമാണ്. അദ്ദേഹം നബിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹു ലനാ അലാ തസ്തൻസിറുല്ലാഹു ലനാ അലാ തസ്തൻസിറുല്ലാഹ ലനാ. റസൂലേ ഉദ്ഉല്ലാഹ ലനാ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യൂ റസൂലേ. റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രത്യേകം സഹായം കിട്ടാൻ വേണ്ടി നിങ്ങൾ പറയണം റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെയിരുന്നു, ചാരിയിരുന്ന നബി നേരെയിരുന്നു. നബിയുടെ മുഖം, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുന്നുണ്ട്, ചുവന്ന് മുഖം വിവർണമായി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഴയ കാലത്ത് നടന്ന ചില സംഭവങ്ങൾ അനുസ്മരിച്ചു. അതിനുശേഷം അവസാനം ഒരു വാചകം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി വല്ലദീ നഫ്സി ബിയദി ലയുതിമ്മന്നല്ലാഹു ഹാദൽ അംർ. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഈ ദീൻ അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഈ ദീനിന് ഇവിടെ പരിപൂർണമായ വിജയമുണ്ടാവുക തന്നെ ചെയ്യും. നോക്കൂ, ഏത് കാലഘട്ടത്തിലാണത് പറയുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഏത് കാലഘട്ടത്തിലാണത് പറയുന്നത്? പിന്തുണക്കാൻ ആരുമില്ലാത്ത, സഹായിക്കാൻ ആരുമില്ലാത്ത, സമ്പത്തില്ലാത്ത, സൗകര്യമില്ലാത്ത, ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിന്റെ ലീഡർ പറയുകയാണ്, അള്ളാഹു ഇത് പൂർത്തിയാക്കും. ഈ ദീനിനെ ഇവിടെ അള്ളാഹു പൂർത്തിയാക്കും. അള്ളാഹു ഇതിനെ ഇവിടെ സമാധാനവും സന്തോഷവും നിങ്ങൾക്കുണ്ടാക്കും. ഞാൻ ചോദിക്കട്ടെ, ഇത് പറയാൻ എന്തായിരുന്നു റസൂലിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത്? വോട്ടുകളുണ്ടോ? രാഷ്ട്രീയമായ സ്വാധീനമുണ്ടോ? സമ്പത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. അത് പറയാൻ റസൂലിന്റെ കയ്യിലുണ്ടായിരുന്നത് യഖീനായിരുന്നു. യഖീൻ. ആ യഖീനിനെ കുറിച്ചാണ് സഹോദരങ്ങളെ നമ്മളെല്ലാവരും കൂടുതൽ ബോധവാന്മാരാകേണ്ടത്. ഇല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ദുർബലമായി പോകും. ആ യഖീൻ നമുക്ക് കിട്ടാൻ നമ്മൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. കഥകളൊന്നും കഥകളായി പോകരുത്. അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു പറഞ്ഞു, റസൂല് പറഞ്ഞു എന്ന ഒറ്റ കാരണത്താൽ ആ കൽപ്പനകളെ സ്വീകരിക്കാൻ നമുക്കാവണം. അവിടെയാണ് അള്ളാഹുവിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത് പറയുമ്പോൾ ഇത് അമ്പിയാക്കന്മാരുടെ ജീവിതമല്ലേ, സഹാബത്തിന്റെ ജീവിതമല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. അല്ല, യഖീൻ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരുപാട് ഖുതുബയൊന്നും കേൾക്കേണ്ട കാര്യമില്ല, ഒരുപാട് ഖുർആൻ ക്ലാസ്സിലൊന്നും നിങ്ങൾ പങ്കെടുക്കണം എന്നില്ല. നമുക്കുണ്ടാകേണ്ടത് സലീമായ, നിഷ്കളങ്കമായ ഒരു ഹൃദയമാണ്. അതിന് രേഖയാണ് ഫറോവയുടെ സാഹിറുകളുടെ കഥ. നിങ്ങൾക്കറിയാം, മൂസ അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഫറോവ ഒരു മത്സരം സംഘടിപ്പിച്ചു. ആ മത്സരത്തിൽ അന്ന് മിസ്റിലുള്ള മുഴുവൻ പ്രഗത്ഭന്മാരായ സാഹിറുകളെയും ക്ഷണിച്ചു വരുത്തി. മൂസ അലൈഹിസ്സലാമിനെ പരാജയപ്പെടുത്താനാണ് പരിപാടി. വമ്പിച്ച പുരുഷാരം ഒരുമിച്ചുകൂടി. എത്രയോ കാലം ചെണ്ടകൊട്ടി അനൗൺസ് ചെയ്ത ആളുകൾ ഒരുമിച്ച് കൂട്ടിയ പരിപാടിയാണ്. അങ്ങനെ ഒരു ഭാഗത്ത് മൂസായും അലൈഹിസ്സലാം, ഒരു ഭാഗത്ത്
ഫറോവയുടെ സാഹിറുകളും ചുറ്റുഭാഗവും ദൃക്സാക്ഷികളും. ഫറോവയുടെ സാഹിറുകൾ അവരുടെ സിഹർ പ്രയോഗിക്കാൻ തുടങ്ങി, മാജിക്ക. അവർ പറഞ്ഞു, ബിഇസ്സത്തി ഫിർഔൻ ഇന്നാ ലനഹ്നുൽ ഗാലിബൂൻ. ഫിറൗൻ അന്നൊക്കെ അവർക്ക് കേവലം രാജാവായിരുന്നില്ല, അവരുടെ ഇലാഹായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു, ഫിറഔന്റെ പ്രതാപമാണേ സത്യം, ഞങ്ങൾ ജയിക്കുക തന്നെ ചെയ്യും എന്ന്. അവരുടെ കൈകളിലുള്ള കയറുകളൊക്കെ നിലത്തിട്ടു. അതൊക്കെ പാമ്പായി ഓടുന്നത് പോലെ എല്ലാവർക്കും തോന്നി. മൂസാ അലൈഹിസ്സലാമിന് പോലും തോന്നി. മൂസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം അദ്ദേഹത്തിന്റെ വടി താഴെയിട്ടു. സംഭവിച്ചത് മഹാ അത്ഭുതമായിരുന്നു. അതാണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ. മഹാ അത്ഭുതമായിരുന്നു. ആ വടി പാമ്പാവുകയും അത് ഒറിജിനൽ പാമ്പായിരുന്നു. എല്ലാ കയർ പാമ്പുകളെയും അത് പിടിച്ചു വിഴുങ്ങുകയും ചെയ്തു. ഇനിയാണ് നമ്മൾ കേൾക്കേണ്ടത്. അവിടെയാണ് യഖീൻ പ്രവർത്തിക്കുന്നത്. എന്താ സംഭവിച്ചത്? അടുത്ത സ്റ്റെപ്പ് എന്താ? വഉൽഖിയ അസ്സഹറതു സാജിദീൻ. വഉൽഖിയ അസ്സഹറതു സാജിദീൻ. അപ്പുറത്തുള്ള മുഴുവൻ സാഹിറുകളും സുജൂദിലേക്ക് വീണു. ആർക്കാണ് സുജൂദ് ചെയ്തത്? ഫിറൗനല്ല. അന്ന് വരെ അവരുടെ ഇലാഹായി ദൈവമായി അവർ കണക്കാക്കിയിരുന്ന ഫിറൗവിന്റെ മുമ്പിലല്ല സുജൂദ് ചെയ്തത്. അവർ പറഞ്ഞു, ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ റബ്ബി മൂസ വഹാറൂൻ. ഞങ്ങൾ ലോകങ്ങളുടെ റബ്ബിൽ വിശ്വസിക്കുകയാണ്, മൂസയും ഹാറൂനും പറഞ്ഞ റബ്ബിൽ വിശ്വസിക്കുകയാണ്. ഫിറൗൻ അവരെ ഭീഷണിപ്പെടുത്തി. നിങ്ങൾ എത്ര ഒരു സെക്കൻഡുകളുടെ പണിയാണല്ലോ, കുറേ സമയമൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഖുതുബയും ഖുർആൻ ക്ലാസ്സും ഒന്നുമല്ല വിഷയം. സലീമായ നിഷ്കളങ്കമായ നിർമ്മലമായ ഖൽബാണ് വിഷയം. ഫിറൗൻ അവരെ ഭീഷണിപ്പെടുത്തി. അവൻ ചോദിച്ചു, എന്റെ അനുവാദം കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കുകയാണോ? ഇത് നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു തന്ത്രമാണല്ലേ? എന്നിട്ട് അവൻ ശിക്ഷ പ്രഖ്യാപിച്ചു, ലഉഖത്തിഅന്ന ഐദിയക്കും വഅർജുലക്കും മിൻ ഖിലാഫ് സുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ. നിങ്ങളുടെ കൈകളും കാലുകളും ഞാൻ ഛേദിച്ചു കളയും, എന്നിട്ട് നിങ്ങളെ കുരിശിൽ തറക്കും, മൃഗീയമായി നിങ്ങളെ കൊല്ലും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് ആ മനുഷ്യരുടെ, അതുവരെ ഫറോവയുടെ സാഹിറുകളായി ഫറോവയെ സഹായിക്കാൻ നിന്ന മനുഷ്യന്മാർ, അവരുടെ നാവിൽ നിന്ന് പുറത്തു വന്നു, ഖാലൂ ലാ ദൈറ ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നീ ഞങ്ങളെ കൊന്നാൽ ഞങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ളത് ഞങ്ങളുടെ റബ്ബിലേക്കല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ആ ശക്തി? എവിടുന്നാണ് ആ ശക്തി കിട്ടിയത്? അല്ലേ? മറ്റൊരിടത്ത് അവർ പറഞ്ഞൊരു വാക്ക് പറയുന്നുണ്ട്, ഫഖ്ദി മാ അൻത ഖാൽ ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തുദ് ദുനിയ. ഫിറഔൻ, താങ്കൾ വിധിച്ചോ, കൊല്ലാനോ കുരിശ് തറക്കാനോ എന്തിനും വിധിച്ചോ, താങ്കൾക്ക് ഈ ദുനിയാവിലല്ലേ വിധിക്കാൻ കഴിയൂ? ഇതാർക്കാ? ഇത് മുസ്ലിമായ ഉമ്മക്കും ബാപ്പക്കും പറഞ്ഞ മനുഷ്യർക്കുണ്ടായതല്ല. ഇത് സെക്കൻഡുകൾ കൊണ്ടുവന്ന മാറ്റമാണ്. ഇതാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ യഖീൻ എന്ന് പറയുന്നത്. ഈ യഖീനാണ് ഖുർആൻ നിറയെ ഉള്ളത്. ഖുർആനിൽ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞു തന്നത് ആ യഖീനിന് വേണ്ടിയാണ്. ഇബ്രാഹിം നബിയുടെ പത്നി ഹാജറിന്റെ ചരിത്രം പറഞ്ഞത് ആ യഖീൻ കിട്ടാൻ വേണ്ടിയാണ്. മൂസ അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ ചരിത്രം പറഞ്ഞത് ആ യഖീനിന്റെ കഥയാണ്, അത് കിട്ടാനാണ്. അല്ലാതെ ഒരു കേവല കഥ കേൾക്കാനല്ല. എത്ര മനോഹരമാണ് ആ കഥകളൊക്കെ. സത്യത്തിൽ അതൊക്കെ നമ്മുടെ വിശ്വാസത്തിന് ദുർബലത വരുത്താനല്ല, ശക്തി കൂട്ടാനാണ്. അവിടേക്കാണ് നമ്മളെല്ലാവരും സഹോദരന്മാരെ എത്തേണ്ടത്. അവിടെയാണ് നമ്മൾ എത്തി നിൽക്കേണ്ടത്. പക്ഷേ വല്ലാത്ത പ്രതിസന്ധിയിലാണ് മുസ്ലിം ഉമ്മത്ത്. മുസ്ലിം ഉമ്മത്ത് കുറെ പടിഞ്ഞാറിന്റെ പിറകെ നടന്നു. പടിഞ്ഞാറ് അവരെ രക്ഷപ്പെടുത്തിയില്ല. കുറെ യൂറോപ്പുകാരുടെ പിറകെ നടന്നു.
അവരും രക്ഷപ്പെടുത്തിയില്ല. കുറെ കിഴക്കുള്ള ആളുകളുടെ പിറകെ നടന്നു, രക്ഷപ്പെടുത്തിയില്ല. ആരും രക്ഷപ്പെടുത്തൂല. നമ്മളെ രക്ഷപ്പെടുത്താൻ റബ്ബ് മാത്രമേ ഉള്ളൂ, റബ്ബ് മാത്രമേ ഉള്ളൂ, റബ്ബ് മാത്രമേ ഉള്ളൂ എന്ന ചിന്തയിലേക്ക് നമ്മൾ എന്നെത്തുന്നുവോ അന്നാണ് സഹോദരന്മാരെ നാം രക്ഷപ്പെടുക. അത് വ്യക്തി ജീവിതത്തിലായാലും കുടുംബജീവിതത്തിലായാലും സാമൂഹ്യ ജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലുമൊക്കെ നമ്മുടെ പരിഗണന, ഒന്നാമത്തെ പരിഗണന അല്ലാഹു വറസൂലുഹു എന്നതാകണം. അവിടേക്കെത്തണം. അതാണ് യഖീൻ. അങ്ങനെ നമ്മൾ ഇൽമുൽ യഖീനിന്റെ, ഐനുൽ യഖീനിന്റെ, ഹഖുൽ യഖീനിന്റെ ആളുകളാണെന്ന് അള്ളാഹുവിന് ബോധ്യം വന്നാൽ നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയതുപോലെ, ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയതുപോലെ, മൂസാ നബിയെ രക്ഷപ്പെടുത്തിയതുപോലെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷപ്പെടുത്തിയതുപോലെ, ലക്ഷക്കണക്കിന് സഹാബികളെ രക്ഷപ്പെടുത്തിയതുപോലെ അള്ളാഹു നമ്മളെയും രക്ഷിക്കും, നമ്മളെയും രക്ഷിക്കും. നമ്മൾ അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നോക്കുക, ഈ യഖീൻ എന്റെ ഹൃദയത്തിനകത്തുണ്ടോ എന്ന്. ആ യഖീൻ എന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ തീർച്ചയാണ്, തീർച്ച എന്റെ വാക്കുകൾ, എന്റെ സ്പന്ദനങ്ങൾ, എന്റെ നാഡിമിടിപ്പുകൾ, എന്റെ ശ്വാസോച്ഛ്വാസങ്ങൾ അഹ്മദി അള്ളാഹു കേൾക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ യഖീനുള്ള ഈമാനിന്റെ ഉടമകളായി ഈ ഭൂലോകത്ത് ജീവിക്കുവാനും ആ രീതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اشف مرضانا، اللهم اشف مرضانا، اللهم اشف مرضانا. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين، اللهم انصرهم في سوريا، اللهم انصرهم في كل مكان. اللهم انصرهم كما نصر عبدك في غزوة بدر الكبرى يا رب العالمين. ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا لا تجعلنا فتنة للقوم الظالمين. ربنا اغفر لنا ولوالدينا ورب ارحمهما كما ربيانا صغارا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.